നമ്മോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ലൈനിൽ ചേരുന്നുണ്ട്. അബ്ബാസ്, ഇപ്പോൾ സംഭവത്തിന്റെ വിശദാംശങ്ങളായിരുന്നു നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചികിത്സയിൽ ഇരിക്കുന്നവരുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? എന്തൊക്കെയാണ് താങ്കൾക്കറിയുന്ന മറ്റു വിവരങ്ങൾ? ഇന്ന് ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. രാത്രി 10 മണിയോടുകൂടി മത്സരം ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു അപകടം. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗാലറിയാണ് തകർന്നത്. ആർക്കും ഗുരുതരമായ പരിക്കോ ഉള്ളതായിട്ടൊരു വിവരവും നമുക്കില്ല. നിസ്സാര പരിക്കുകൾ, കാലിനും കൈക്കോ ഒക്കെ ഉള്ള നിസ്സാര പരിക്കുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഗുരുതരമായ ഒരു പരിക്കും ഇപ്പൊ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഹോസ്പിറ്റലാണുള്ളത്, കോതമംഗലം ബെസേലിയസ് ഹോസ്പിറ്റലാണുള്ളത്. അവിടെ കുറച്ച് ആളുകളുണ്ട്. പിന്നെ ധർമ്മഗിരി, കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിലാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഒരു 10-20 ആളോടും അപകടം പറ്റിയിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു കുട്ടികളും ഉണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ 10 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ള കുട്ടികളും എല്ലാവരും ഉണ്ട്. പക്ഷെ ഗുരുതരമായ പരിക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അബ്ബാസ്, ഇതൊരു താൽക്കാലിക ഗാലറിയാണ്, താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഗാലറിയാണ്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഇത്തരത്തിലൊരു ഗാലറി നിർമ്മിച്ചത്? അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. ഏതായാലും അതെല്ലാം നോക്കിക്കൊണ്ട് മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഫുട്ബോൾ മേള നടക്കാറുള്ളതാണ്. ഇതിപ്പോ നിർഭാഗ്യവശാൽ ഉണ്ടായ ഒരു അപകടം എന്നല്ലാതെ സംഘാടകരുടെ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല. സംഘാടകർ പോലെ മികച്ച രീതിയിലുള്ള ഒരു യൂത്ത് ക്ലബ്ബാണ്. അവർ ജില്ലാ യൂത്ത് ക്ലബിനുള്ള അവാർഡ് വരെ നേടിയിട്ടുള്ള സംഘാടകരാണ്. അവരുടെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ ഈ കാര്യത്തിലേക്ക് ഉള്ളവരാണ്. ശരി, ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ആണ് നമ്മോട് പ്രതികരിച്ചത്.